മനസ്സിലായാലും സാലറി ഏരി സാലറി പോയി. ഓരോ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മാർസിൻ്റെ ഒരു പുതിയ കോമ്പാക്റ്റ് വന്നതാണ്. ഞാനപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇതിനൊരു 300 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ആദ്യം തന്നെ പറയുക വെച്ചാൽ ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര ദുരന്തമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പഫ് വേറെ തന്നെയാണ്. സോ ഇതൊട്ട് ഹൈജീനിക്കായി വെക്കാൻ പറ്റില്ല. പിന്നെ ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് വന്നോ എന്ന് മനസ്സിലാവില്ല, അതാണ് അടുത്തൊരു പ്രശ്നം. പക്ഷേ ആദ്യം ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിലും ഇപ്പം എനിക്ക് ഇതില്ലാതെ പറ്റാതെ അത്ര അടിപൊളിയായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അഫോർഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഫസ്റ്റ് സാധനം. പിന്നെ എൻ്റെ ഗോ ടു സൺസ്ക്രീൻസ് ഇതൊക്കെയാണ്. ഇതായിരുന്നു ഫസ്റ്റ് വൺ. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരും പറയുന്നത് പോലെ ഒരു 2 ഫിംഗർ 3 ഫിംഗർ റൂളിൽ അപ്ലൈ ചെയ്താൽ എനിക്ക് ഭയങ്കരമായി മുഖം നീറുന്നൊരു ഫീൽ വരും. സോ അതുകൊണ്ട് ഞാനിത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇച്ചിരി അപ്ലൈ ചെയ്യും. പുറത്ത് പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാറേ ഇല്ല. ഇത് ലാസ്റ്റ് വാങ്ങിയപ്പോൾ ഓഫറിൽ വാങ്ങിയപ്പോൾ ഒരു ബോട്ടിൽ ഉള്ളത് കൊണ്ട് കിടക്കുകയാണ്. ഇത് അടിപൊളിയാണ്. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യും. ഡോക്ടർ ഷേത്തിൻ്റെ സൺസ്ക്രീൻ എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ് ലിസ്റ്റാണ്. ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഫൗണ്ടേഷനൊന്നും വേണ്ട, സൺസ്ക്രീനും ആവും, ഫൗണ്ടേഷൻ ഇട്ട ഫീലും ആവും. സോ ഇത് അടിപൊളിയാണ്. എൻ്റെ ഷെയ്ഡ് പോർക്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് എൻ്റെത്. സോ പിന്നെ ഉള്ളത്, ഞാൻ ഈ അടുത്ത് ഹൈലൈറ്റർ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് ഈ 2 എണ്ണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ബ്യൂട്ടിയുടെ ആണ്. പക്ഷേ ഇത് ഭയങ്കര ഹെവി ആയി തോന്നും. അതായത് ഭയങ്കരമായിട്ട് ബ്യൂട്ടി ഭയങ്കര മേക്കപ്പ് ഒന്നും ഇടാൻ അറിയാത്ത ആൾക്കാർ യൂസ് ചെയ്യുമ്പം ഇത് മുഖത്ത് ഭയങ്കരമായി എനിക്ക് അറിയുന്നത് പോലൊരു ഫീൽ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ഒരു വാട്ടർമെലൺ ഫ്ലേവറിലുള്ള ഒരു സ്ട്രോപ്പ് ക്രീം വാങ്ങി നോക്കിയത്. ഇതിൻ്റെ സ്മെല്ല് അത്ര പോരാ, പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി ഭയങ്കര സട്ടിൽ ഫിനിഷാണ്. നമുക്ക് അങ്ങനെ ഓവറായി തോന്നില്ല, സിമ്പിളാണ്. അടുത്തത് ഞാൻ കെമിസ്റ്റ് പ്ലേയുടെ അണ്ടർ ആം ബ്രൈറ്റനിങ് റോൾ ഓൺ ഒരു വർഷത്തിന് മേലെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അണ്ടർ ആം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ അത് അഫോർഡബിൾ ആണ്. പ്ലസ് നമുക്ക് ഭയങ്കരമായിട്ട് ബാഡ് ഓർഡർ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായി കൺട്രോൾ ചെയ്യും. ആ ഒരു കാര്യത്തിൽ അത് അടിപൊളിയാണ്. ബ്രൈറ്റൻ ആവണം, സ്ലീവ്ലെസ് ഡ്രസ് ഇടണം എന്നൊരാഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ കെമിസ്റ്റ് പ്ലേയുടെ സാധനം ഉപേക്ഷിച്ച് പുതിയതായി തുടങ്ങിയതാണ് വിഷ് കെയറിൻ്റെ അണ്ടർ ആം റോൾ ഓൺ. ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും ഇതുവരെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഇതും ബാഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്നതിന് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ സാധനം ഓർഡർ ചെയ്ത് വരുന്നതിലിടയിൽ എനിക്ക് കയ്യിൽ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓർഡർ ചെയ്തതാണ്. ഇത് നിവ്യയുടെ. ഇതും പിന്നെ ബാഡ് ഓർഡർ അടിപൊളിയായി കൺട്രോൾ ചെയ്യും. ഇതും വൈറ്റനിങ് എഫക്റ്റ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് പണ്ടേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്, പക്ഷേ ഇതുവരെ എന്താ പറയുക ബ്രൈറ്റൺ ആയ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ, പുതിയൊരു ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പരസ്യം കണ്ടപ്പോൾ ഹൈഫൻ്റെ പുതിയൊരു റൈസ് വാട്ടർ ഫേസ് വാഷാണ്. ഇതിനൊരു യെല്ലോ കളറുണ്ട്. അപ്പം മുഖം കഴുകിക്കഴിഞ്ഞ് ഒരു വൈറ്റ് ടവലൊക്കെ വെച്ച് തുടക്കുകയാണെങ്കിൽ ആ ടവൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലെയിം ചെയ്യുന്നത് ബ്രൈറ്റനിങ് ഡെയിലി ക്ലെൻസർ എന്നാണ്, പക്ഷേ അല്ല, ബ്രൈറ്റനിങ് അല്ല. അതൊക്കെ വെറുതെ ചുമ്മാ പറ്റിക്കുന്നതാണ്. എൻ്റെ കയ്യിലുള്ള വിഷ് കെയറിൻ്റെ ലിപ് ബാം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. SPF 50 തരും, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതിൻ്റെ പേരിലാണ് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ലിപ് ഗ്ലോസ്, എനിക്ക് ബ്രൗൺ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വാങ്ങിയത്. സാധനം കുഴപ്പമില്ല, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ മുടിയൊക്കെ അതിലിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. അപ്പം സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അത് അത്ര കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല ഈ പർച്ചേസ്. ഇത് മാർസിൻ്റെ തന്നെ ജെൽ ഐലൈനറാണ്. 2 ഷെയ്ഡ് വരും ഇതിൽ, ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട്, വിത്ത് ബ്രഷസ്.
പ്രൈസ് വന്നിട്ട് 329 2 ഷെയ്ഡ് വിത്ത് ബ്രഷസ് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കി, അതും കുഴപ്പമില്ല, നൈസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ഹീറ്റ്ലെസ് ഹെയർ കളറാണ്. അപ്പോൾ എനിക്ക് കേൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഹീറ്റ് ഈ മുടിയില്ലാത്തവർക്കൊന്നും അത്ര ഹീറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. അപ്പം ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി നോക്കി, കൂട്ടത്തിൽ വാങ്ങിയതാണിതും. ഇത് സംഭവം ഈസിയാണ്, ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ആക്കി ഇതിൻ്റെ ഉള്ളിൽ മുടി ചുരുട്ടി വെക്കുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിക്കാം, ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് നിൽക്കാം. അപ്പം ഇതിപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ആക്കിയിട്ടില്ല, ബട്ട് ഇത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ രാവിലെ അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ നല്ലൊരു സെറ്റിംഗ് സ്പ്രേ വെച്ചാൽ ഒരു ദിവസം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ സാധനം, നൈസ്, പൈസ വേസ്റ്റ് ആയില്ല. അപ്പോൾ പൊട്ടിച്ച സാധനങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പൊട്ടിക്കാം. ഇതെന്താണോ, കുറേ ദിവസത്തെ കളക്ഷനാണ്. ഇത് മിന്ത്രയുടേതാണ്, എന്താണെന്ന് നോക്കാം. സാലറി കിട്ടിക്കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുക. ആൾക്കാർ പറയും എന്തൊക്കെ വാങ്ങിച്ചു കിട്ടുന്ന, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സെൽഫ് ലവ്, സെൽഫ് കെയർ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ മെൻ്റൽ ഹെൽത്ത്. ഒരാൾക്ക് ഓരോ ഇഷ്ടമാണ്, ചിലർക്ക് ട്രിപ്പ് പോകും, ചിലർ ഫുഡ് കഴിക്കും, ചിലർ ഡ്രസ്സ് വാങ്ങിക്കും. എനിക്ക് ഈ പല സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് ഫ്രീ കിട്ടിയതാണ്, വിഷ് കെയറിൻ്റെ ഒരു സൺസ്ക്രീനാണ്, ഫ്ലൂയിഡ് സൺസ്ക്രീൻ. ഇതെനിക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി വേറെ ഒരു പർച്ചേസിൽ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഈ ഫ്ലൂയിഡ് സൺസ്ക്രീൻ നല്ലതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വിഷ് കെയറിൻ്റെ. അപ്പോൾ ഈ ബോട്ടിൽ ഏകദേശം കഴിയാറെ ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്തോ ഒരു ട്രയൽ പാക്കറ്റാണ്, മിന്ത്രയിൽ നിന്ന് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഈ ബോട്ടിൽ കഴിഞ്ഞു, കത്തം. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കുന്നുണ്ടോ. അടുത്തത് നൈക്കയാണ്. ഇത് പാക്കറ്റ് പൊളിച്ചിട്ടുണ്ടല്ലോ, ഇത് പൊളിച്ചിട്ടുണ്ട് പാക്കറ്റ്. അവർ പൊളിച്ചിട്ടാണോ ഈശ്വര തന്നത്? ഇത് ലോറിയലിൻ്റെ ഇൻഡസ് വോളിയം മാറ്റ് ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് 339. ഞാൻ ഫൗണ്ടേഷൻ്റെ വലിയ ഫാനല്ല എന്ന് പറഞ്ഞല്ലോ. കാര്യം ഫാനല്ലാഞ്ഞിട്ടല്ല, യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഓരോ ആളുടെ മേക്കപ്പ് വീഡിയോസ് കാണുമ്പോൾ പെട്ടെന്നൊരാഗ്രഹം തോന്നി വാങ്ങിക്കും. അപ്പം അങ്ങനെ തോന്നി വാങ്ങിച്ചതാണ് ആ ടിൻറ്റഡ് സൺസ്ക്രീൻ്റെ ഈ സാധനം. ബട്ട് ഇത് അടിപൊളിയായിരുന്നു. ഇപ്പം അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയ ഒന്നാണ് ലോറിയലിൻ്റെ തന്നെ ഒരു ടിൻറ്റഡ് സെറം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 16Y എന്ന് പറയുന്ന റേഞ്ചിലാണ്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നൈക്ക. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ, സാലറി കിട്ടിയപാടെ അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ബുക്കും വാങ്ങിക്കട്ടോ, ബുക്ക്, ഡ്രസ്സ്, ഇതുപോലുള്ള സാധനങ്ങൾ, പിന്നെ ഡോഗ് ഫുഡ്, പുറത്തു പോയി ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യം. ഇത് ഒരു ബ്ലാക്ക് ഹെഡ് റിമൂവർ, ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഇതിലിങ്ങനെ കാണിക്കാം. ഒരു കുഞ്ഞു ബ്രഷാണ്, സിലിക്കോൺ ബ്രഷ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വിരലിടുന്നു, ഫേസ് വാഷ് തേക്കുന്നു. നമുക്ക് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ളിടത്ത് നന്നായി ഉരക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സ് പോവില്ലയോ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അടുത്തത് മിന്ത്ര. ഇത് പറയുമ്പോൾ വേറൊന്നുകൂടെ പറയാം. ഇത് ഒരു വൈറ്റമിൻ സി സിറമാണ്, ലാക്മേയുടെ. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോസറെക്സിൻ്റെ യൂസ് ചെയ്തു, പ്ലമ്മിൻ്റെ യൂസ് ചെയ്തു. ഈ ഭയങ്കരമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. സോ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഇത് വാങ്ങിയത്. അതിൻ്റെ കൂടെ വാങ്ങിയ ഒന്നായിരുന്നു ഇന്നിസ്ഫ്രീയുടെ വൈറ്റമിൻ സി ടോണർ പാഡ്സ്. ഈ സാധനത്തിനൊരു 1000 സംതിങ് ഉണ്ട്, ബട്ട് ദിസ് ഇസ് റിയലി വർത്ത് ഇറ്റ്.
അടിപൊളിയാണ്. ഒരു ടോണർ പാഡ് എടുത്ത് മൊത്തം മുഖവും കഴുത്തും ബാക്കിയുള്ളത് വെച്ചിട്ട് കൈക്കൊക്കെ ഞാൻ റബ്ബ് ചെയ്യാറുണ്ട്. സോ ഇതെന്തായാലും റീപർച്ചേസ് ചെയ്യും. ഇതിൻ്റെ കാര്യം അറിയത്തില്ല, ഇത് നോക്കാം. ഇത് പ്രൈസ് കുറഞ്ഞ സമയത്ത് നോക്കി വാങ്ങിയതാണ്. ഇത് എൻ്റെ സ്കിൻ കെയർ സെറ്റിലെ മാൻഡേറ്ററി വണ്ണാണ്. ഇത് എത്ര ബോട്ടിൽ വാങ്ങിയെന്നറിയില്ല. കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ. എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. സോ അതും ഹൈലറോണിക് ആസിഡും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാൻഡേറ്ററി. ഇതൊരു പരീക്ഷണമാണ്. ലാക്മേയുടെ തന്നെ സ്പോട്ട് കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പുസ്തകമാണ്. ഇതിനും ബഡ്ജറ്റ് കുറഞ്ഞ കണ്ടപ്പോൾ റിവ്യൂസ് വെച്ചിട്ടൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് പറയാം യൂസ് ചെയ്തിട്ട്. കുറേ സാധനങ്ങൾ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം എത്ര തവണ എടുത്തു നോക്കുമെന്ന് അറിയില്ല. അങ്ങനെ നോക്കുമ്പം പ്രൈസ് കുറഞ്ഞ കണ്ടു കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിലും വാങ്ങിക്കാം. പിന്നെ അത്രയും പൈസക്ക് നെക്സ്റ്റ് ടൈം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. സോ പൈസ കുറയുന്ന സമയത്ത് ഓർഡർ ചെയ്യാം. യു ഓൺലി ലിവ് വൺസ്. സോ ആഗ്രഹങ്ങളൊക്കെ തീർക്കുക. ഇത് ഒരുപാട് റിവ്യൂ കേട്ടിട്ട് വാങ്ങിയതാണ്. ഇതും ബ്രൗൺ ആണ്. ഇത് മാർസിൻ്റെ, ഞാൻ കുറേ മാർസിൻ്റെ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടല്ലേ. മാർസിൻ്റെ വെൽവെറ്റ് ലിപ് ടിൻ്റാണ്. ഇത് ബ്രൗൺ ഷെയ്ഡാണ്. എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു എന്താ പറയുക, ലിപ് ബാം പോലെ തന്നെ ലിപ്പ് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് രണ്ടും സൺസ്ക്രീൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഓൾറെഡി അടിപൊളിയാണെന്ന് പറഞ്ഞില്ല, അതിൻ്റെ വലിയ പാക്കറ്റാണിത്. ഇത് ഇന്നിസ്ഫ്രീയുടെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു ഫേസ് മാസ്ക് ആണ്. സോ ഞാൻ എന്തായാലും ഈ ടോണർ പാഡ് അടിപൊളിയാണെന്ന് പറഞ്ഞില്ലേ, അപ്പം ഇതും അടിപൊളി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ് ചെയ്ത് നോക്കാം. ഇത് ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ ഒരു ഹൈലറോണിക് ആസിഡ് പ്ലസ് നിയാസിനമൈഡ് SPF ഒക്കെ ഉള്ള ഒരു ലൈറ്റ് വെയ്റ്റ് സ്കിൻ ടിൻ്റാണിത്. മിന്ത്ര. ഇതിൻ്റെ റിട്ടേൺ ടൈം കഴിഞ്ഞു ഉണ്ട്. കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഫോട്ടോയിൽ കണ്ടതുപോലെയല്ല സാധനം. പണിവാളി റിട്ടേൺ ടൈം ചെക്ക് ചെയ്തിട്ട് റിട്ടേൺ കൊടുക്കണം. ലാസ്റ്റ് വൺ. ഫൈനലി കഴിഞ്ഞു. എല്ലാം മറന്നു പോയെന്ന് തോന്നുന്നു. ഇതെന്ത് സാധനം? നൈക്കൊക്കെ വെള്ള കവറിങ്ങൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓ, ഇത് ഫ്രീ ആണ്. നൈക്കയുടെ വക സ്നേഹ സമ്മാനമാണിത്. എന്താ തോബുന് കാണണോ? കൊള്ളാം. ഈ സാധനങ്ങളൊക്കെ എവിടെ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചേക്കായിരുന്നു. ഒരു ഫ്രീ ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ പുതിയത് പരീക്ഷിക്കാൻ വാങ്ങിയിട്ടുണ്ട്. കുറേ എൻ്റെ അബ്സല്യൂട്ട് ഫേവറേറ്റ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഓരോന്ന് യൂസ് ചെയ്യുമ്പം എങ്ങനെയുണ്ടെന്ന് പറയാം. താങ്ക് യു. ബൈ.